Hello friends, welcome back to my channel SSC Cooking World. നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. ഇഫ്താർ സ്പെഷ്യലായിട്ടും എന്തായിട്ടും ആണെങ്കിൽ ഈവനിങ് സ്നാക്ക് ആണെങ്കിൽ അങ്ങനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പീൻ്റെ വീഡിയോ ആയിട്ടാണ്. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഒരു ക്യാരറ്റും കുറച്ച് വെർമിസെല്ലും ഉണ്ടെങ്കിൽ മക്കളൊക്കെ ക്യാരറ്റൊന്നും കഴിക്കുന്നവർ അല്ലാത്തവരാണെങ്കിൽ എളുപ്പത്തിൽ കഴിപ്പിക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇത്. ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് ഒരു ക്യാരറ്റ്, ഒരു സവാള, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ ഇതിന്. പിന്നെ വേർമിസെല്ലും ഇതിനൊക്കെ ഞാനിതാ ചെറുതായി കുനുകുനാന്ന് അരിഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ക്യാരറ്റിന് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ക്യാരറ്റിലെ ഇത്ര ക്വാണ്ടിറ്റിയിൽ വേണ്ടാന്നുള്ളവർ ഒരു ക്യാരറ്റിന് പകുതിയാൻ പറ്റുമോ ഇട്ടെടുത്താൽ മതി. ക്യാരറ്റ് ഇഷ്ടമില്ലെങ്കിൽ ക്യാരറ്റ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്വാണ്ടിറ്റിയും കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഗീയിലെ 6 kgൻ്റെ നല്ല ഗീയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂണ് ഗീയാണ് ഞാൻ ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് കേട്ടോ. ഇത് നെയ്യിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക തരം ഒരു രുചി വേറെ തന്നെയാണ്. ഇത് ഗീ കയ്യിൽ ഇല്ലയെന്നുള്ളവർ വിഷമിക്കണ്ടെന്ന് വേണ്ട. നമ്മൾക്ക് കോക്കനട്ട് ഓയിലില്ല, തേങ്ങെണ്ണയിൽ വെച്ചിട്ട് വേണമെങ്കിലും സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അതിലേക്ക് ഞാൻ കുറച്ചും ക്യാഷ്യൂനട്ടും കുറച്ചും നമ്മളുടെ നിലക്കടലയിലെ ആ കടല വറുത്തതും ഇതിലേക്ക് അതിൻ്റെ തോല് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊന്ന് സോട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഒന്ന് വറുത്തിട്ടിട്ട് അതിൽ നിന്ന് കോരി മാറ്റാം. ഇത് അവസാനം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും വേണ്ടാന്നുള്ളവർ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇതൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് തന്നെ ആയിട്ട് കിട്ടുന്നവ, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതിനയിൽ നിന്ന് ഇതാ കുറച്ച് ഒന്ന് മാറ്റി മതി. എന്നിട്ട് അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആദ്യം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഇഞ്ചി ചെറുതായി നുറുക്കി അരിഞ്ഞ ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്, അതും പിന്നെ കറിവേപ്പിലയും ചെറുതായി നുറുക്കി അരിഞ്ഞിട്ടുണ്ട് അതും, പിന്നെ വറ്റൽ മുളക് ഒരു 3-4 എണ്ണം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ സവാളയിലെ കുഞ്ഞ് സവാളയാണ് കേട്ടോ. ഇത് വലിയ സവാള ഉണ്ടെങ്കിൽ ഒരു ഹാഫ് സവാള എടുത്താൽ മതി. വലിയതൊന്നും ആയിട്ട് കുറേ ഒന്ന് ബാണ്ടയിലേക്ക് കുറച്ച് തന്നെ മതി. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നല്ലോണം വഴറ്റിയിട്ട് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറിലാന്നില്ല, അങ്ങനെയൊന്നും ആണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഇതിൽ നിന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ചേർത്ത് കൊടുത്തത് പച്ചമുളകാണ് കേട്ടോ. ഞാൻ 2 പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ മെയിൻ നമുക്ക് സേമിയയിൽ വെർമിസെല്ലി, അത് ഞാനിവിടെ 1 കപ്പ് അല്ല ഞാൻ എടുക്കുന്നുള്ളത്, 2 കപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് ആവശ്യമുള്ളവർ 1 കപ്പ് എടുക്കാം. ഞങ്ങൾക്ക് എപ്പോഴും ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ വേണം, അതുകൊണ്ടാണ് ഞാൻ 2 കപ്പിൽ ചെയ്തെടുക്കുന്നുള്ളത് കേട്ടോ. ഇത് 1 കപ്പിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഒരു ക്യാരറ്റിൻ്റെ പകുതി മതി. വലുതാണെങ്കിൽ ചെറിയ കുഞ്ഞ് ക്യാരറ്റ് ആണെങ്കിൽ 1 ക്യാരറ്റ് ഫുള്ളായിട്ട് എടുത്തോ ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് ഫുള്ളായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നമ്മൾ ഗീ മാത്രമല്ലേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഗീയൊക്കെ ഫുള്ളായിട്ട് ഇതിലേക്ക് അതിൻ്റെ സ്മെല്ലും ഇതൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ കുറച്ച് വഴറ്റുന്നുണ്ട്. നല്ലോണം ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇവിടെ കിട്ടുന്ന വലിയ ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഓസ്ട്രേലിയൻ്റെ ക്യാരറ്റില്ല, അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വലുത് തന്നെയാണ്. അപ്പോൾ ക്യാരറ്റ് കുറച്ച് കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഇട്ടിട്ടാകുമ്പോൾ. നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ഒരേ സംഭവം തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ പിള്ളേർക്കും അതൊരു മടുപ്പ് വരല്ലേ. അപ്പോൾ അങ്ങനെ ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെറൈറ്റി ആയിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് കേട്ടോ. ഇത് ഞാൻ 2 കപ്പല്ലേ വെർമിസെല്ലി എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4-3/4 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പാണ് നമ്മൾ വെർമിസെല്ലി എടുക്കുന്നുണ്ടെങ്കിൽ, സേമിയ എടുക്കുന്നുണ്ടെങ്കിൽ
2.5 കപ്പ് വെള്ളമാണ് കേട്ടോ. അതിന് കണക്ക് 2.25 കപ്പ് വരെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ടിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെന്തിട്ട് തന്നെ കിട്ടും. അത് പെട്ടെന്ന് വേകുന്ന നമ്മൾ ഇപ്പോൾ സേമിയ തന്നെ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ തന്നെ പാല് തിളച്ചിട്ടായിട്ട് ഈ സേമിയ അതിൽ ഇട്ട് കൊടുത്തെങ്കിൽ തന്നെ അത് വെന്തിട്ടുന്നില്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ വേവ്. പിന്നെ ക്യാരറ്റ് പിന്നെ പറയണ്ടല്ലോ, എളുപ്പത്തിൽ വെന്ത് കിട്ടുന്ന സാധനമല്ലേ. അപ്പോൾ കൂടുതൽ സമയം ഉപയോഗിക്കുന്ന സാധനമൊന്നും ഇല്ലയിൽ. എന്നിട്ട് നമുക്ക് ഇതിലേക്കില്ലേ ഒരു 1/2 കപ്പ് തേങ്ങയിൽ ചെറിയ തേങ്ങ, ഫ്രഷ് തേങ്ങ അത് കൂടി ഇട്ട് കൊടുക്കണം. അപ്പം അതെല്ലാം ഇട്ട് കൊടുത്തിട്ടായിട്ട് തിന്നുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ചെലന്നെ. ഈ തേങ്ങ ഇല്ലേ, ചെറിയ തേങ്ങ അതുകൂടി മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. അത് ഒഴിവാക്കണ്ട ആരും. അതുകൂടി ഇട്ടെടുത്തിട്ടായിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അതിനുള്ളത്. അപ്പോൾ അതിൽ ലാസ്റ്റ് ഞാൻ ക്യാഷും പിന്നെ നിലക്കടലയും ഞാൻ അതിനെ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്നില്ലേ, അതാണ് ഇത് ലാസ്റ്റായിട്ട് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. അതുകൂടി ഇട്ടിട്ടായിട്ട് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ സമയത്തൊന്നും ഫ്ലെയിം ഓണിലൊന്നും ഇല്ല. ഫ്ലെയിം ഞാൻ നല്ല പോലെ വെന്തിട്ടാകുമ്പോൾ തന്നെ അത് ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ അത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൂടി വെച്ചെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചിട്ടെല്ലായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അത് നല്ലോണം വെന്തിട്ട് കൊഴിയും. അപ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ട് തന്നെ വെക്കുക. അതിനെ മൂടിയിട്ടൊന്നും വെക്കണ്ട. പിന്നെ ആ 2-3 മിനിറ്റ് സമയം മാത്രം മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ മല്ലിയിലയില്ലേ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത്. കഴിഞ്ഞവ ഇത്ര തന്നെ പണിയുള്ളത്. അപ്പത്തേന് ഒരു 5 മിനിറ്റേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ എത്ര കുറച്ച് സമയത്ത് നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാമെന്ന്. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കാണെങ്കിലും നമ്മൾ ഇഫ്താർ സ്പെഷ്യലായിട്ട് ഒരു റെസിപ്പി ആക്കുക ഇതിനെ. അതുപോലെ തന്നെ ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ എന്താണ് ആക്കിയിട്ട് നമുക്ക് ഇതിനെ കഴിക്കാൻ പറ്റുന്നത് അതുപോലെ ആക്കിയിട്ട് നമുക്കിത് കഴിക്കാവേ. നമ്മൾ ഇതിനെ ഡിന്നറാക്കിയിട്ടാണ് പൊതുവെ കഴിക്കാറുള്ളത്. പിന്നെ ബാക്കി വരുന്നുണ്ടെങ്കിൽ രാവിലെ സ്കൂൾ ടൈമിൽ ടിഫിൻ ബോക്സിൽ കൊടുക്കാനും നല്ലതാണ്. നൂഡിൽസ് പോലെ ആക്കിയിട്ട് മക്കൾക്ക് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് നോക്ക്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് ഇത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വെറൈറ്റി സ്നാക്ക്. അപ്പോൾ കണ്ടില്ലേ, തണുത്തിട്ടാകുമ്പോൾ നല്ല സിംഗിളായിട്ട് നമ്മളെ അരിയെല്ലായിട്ട് വരില്ലേ, ചോറിൽ ഇങ്ങനെ സിംഗിൾ മണിമണിയായിട്ട് അതുപോലെ ആയിട്ട് വരുന്നുണ്ടാവും. ഇത് തണുത്തിട്ടാകുമ്പോൾ പ്ലേറ്റിലിട്ടിട്ട് അവിടെ വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഇവിടെ തണുപ്പ് പോയതുകൊണ്ട് പെട്ടെന്ന് തണുത്തിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.